കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ ഗ്യാലറിയിൽ നിന്ന് വീണ് ഉമാ തോമസ് എംഎൽഎക്ക് പരിക്കേറ്റ സംഭവത്തിൽ ഇവന്റ് മാനേജർ അറസ്റ്റിൽ. ഓസ്കാർ ഇവന്റ് മാനേജർ കൃഷ്ണകുമാറാണ് അറസ്റ്റിലായത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി രേണുക രാജേന്ദ്രൻ ചേരുന്നുണ്ട്. രേണുക, വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഇന്നലെ വൈകിട്ട് 6:30യോടെയാണ് ഉമാ തോമസിന് അപകടമുണ്ടായത്. കലൂർ സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടിയിൽ 12,000-ഓളം നർത്തകർ നൃത്തം ചെയ്യുന്ന ഒരു വേദിയിൽ വെച്ചായിരുന്നു ഇത്തരമൊരു സംഭവം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവന്റ് മാനേജ്മെന്റ്, അതായത് ഓസ്കാർ ഇവന്റ് മാനേജ്മെന്റിന്റെ സംഘാടകൻ അല്ലെങ്കിൽ അതിന്റെ ഉടമയായ കൃഷ്ണകുമാറിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പോലീസിന്റെ അറസ്റ്റിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. കൊച്ചി സിറ്റി കമ്മീഷണറാണ് ഇന്ന് കൃഷ്ണകുമാറിനെ സംഭവ സ്ഥലത്ത് എത്തിക്കുകയും അവിടെ പരിശോധനകൾ നടത്തുകയും മൊഴിയെടുപ്പ് നടത്തിയതിനു ശേഷം കൂടുതൽ അന്വേഷണങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ എടുത്തതിന് ശേഷമാണ് ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അദ്ദേഹത്തിന് ഒരു ജാമ്യം ലഭിക്കുമെന്നുള്ളൊരു അറിവ് കൂടെ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, മൃദംഗ വിഷന്റെ ഒരു ഓഫീസ് നിലനിൽക്കുന്നത് വയനാട് മേപ്പാടിയിലാണ്. ആ മേപ്പാടിയിലാണ് മൃദംഗ വിഷന്റെ ഓഫീസ് നിൽക്കുന്നത്. ആ ഓഫീസിന്റെ ഉടമയാണ് നികേഷ് എന്ന് പറയുന്ന വ്യക്തി. നികേഷിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു കുഞ്ഞ് ഓഫീസ്, വളരെ അപൂർവമായി തുറക്കുന്ന ഒരു ഓഫീസ് എന്നാണ് സമീപവാസികളിൽ നിന്നും നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപൂർവമായി തുറക്കുന്ന ഒരു ഓഫീസാണ് ഈ മൃദംഗ വിഷൻ എന്ന് പറയുന്ന ഓഫീസ്. ഈ ഓഫീസിന്റെ അല്ലെങ്കിൽ ഈ മൃദംഗ വിഷനാണ് ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തത്, അല്ലെങ്കിൽ ഈ പരിപാടിയുടെ സംഘാടകർ എന്ന് വേണം പറയാൻ. മൃദംഗ വിഷനാണ് ഈ ഓസ്കാർ ഇവന്റ് മാനേജ്മെന്റ് കൃഷ്ണകുമാറിനെ ഈ പരിപാടികൾ ഏൽപ്പിക്കുന്നതും സംഘാടകരാക്കുന്നതും ഈ പരിപാടികളുടെ കൂടുതൽ കാര്യങ്ങൾ, ഗാലറി പോലെയുള്ള വേദികൾ തയ്യാറാക്കുന്നതും അതോടൊപ്പം തന്നെ കാണികൾക്കും അതോടൊപ്പം തന്നെ പങ്കെടുക്കുന്ന നർത്തകരുടെ ആവശ്യങ്ങളും അല്ലെങ്കിൽ നർത്തകരുടെ എല്ലാ കാര്യങ്ങളും മേൽനോട്ടം വഹിക്കാൻ ഈ ഓസ്കാർ ഇവന്റ് മാനേജ്മെന്റ് ആയ കൃഷ്ണകുമാറിനെയാണ് ഏൽപ്പിച്ചിരുന്നത്. കൃഷ്ണകുമാറും അദ്ദേഹത്തിനോടുള്ള ഒരു സംഘത്തെയുമാണ് ഇപ്പോൾ, രണ്ടുപേരെയാണ്, കൃഷ്ണകുമാറും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഒരു സംഘാടകനെയും കൂടിയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും നിർണായകമായ ഒരു വിവരം ശ്രദ്ധിക്കുകയാണെങ്കിൽ, കലൂർ സ്റ്റേഡിയം നമുക്ക് ഏവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. വളരെ ഒരു വികസിച്ച അല്ലെങ്കിൽ വളരെ രീതിയിൽ ഒരു വലിയ വിപുലമായ ഒരു സ്റ്റേഡിയം എന്ന് വേണം പറയാൻ. ഈ സ്റ്റേഡിയത്തിൽ ഗ്യാലറിയിൽ ആൾക്കാർ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ, കാണികൾക്ക് ഇരിക്കേണ്ട സ്ഥലത്തിൽ ആ ഗ്യാലറിയുടെ മുകളിലായിട്ട് കസാരകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നതിന് മുകളിലായിട്ടാണ് ആ സ്റ്റേജ് വലിച്ചു കെട്ടിയിരിക്കുന്നത്. 2 സ്റ്റേജുകളാണുള്ളത്. അപ്പം അത്രയും ഉയരത്തിൽ, ഒരു 15 അടി ഉയരത്തിലായിട്ടാണ് ഗ്യാലറിയിൽ, സ്റ്റേജുകൾക്ക് മുകളിലായിട്ടാണ് ഈ ഒരു വേദി തയ്യാറാക്കിയിരിക്കുന്നതെന്ന് വേണം. ഒരു തട്ടിക്കുട്ടു രീതിയിലാണ് ഈ വേദികൾ തയ്യാറാക്കിയിരിക്കുന്നത്, വളരെ വ്യക്തമായി അറിയാം. ഇന്നലെ രാത്രിയോട് തന്നെ നമ്മൾ മാധ്യമപ്രവർത്തകർ എല്ലാവരും അന്വേഷിക്കുന്ന ഒരു കാര്യമാണ്, സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നൊരു വാക്ക് പോലീസിൽ നിന്നും അല്ലെങ്കിൽ അധികൃതരിൽ നിന്നും അല്ലെങ്കിൽ ജനപ്രതിനിധികളിൽ നിന്നും വരണമെന്ന് നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ ഇന്ന് സിറ്റി കമ്മീഷണർ ഓഫീസറിന്റെ പുട്ടയുടെ വായിൽ നിന്നും തന്നെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറയുകയുണ്ടായിട്ടുണ്ടായിരുന്നു. കൃത്യമായും ഒരു സുരക്ഷാ വീഴ്ച തന്നെയാണ് ആ സംഭവ സ്ഥലത്ത് അല്ലെങ്കിൽ ഉമാ തോമസിന് ഉണ്ടായിരിക്കുന്നത്. സുരക്ഷാ വീഴ്ച കുറവ് തന്നെയാണ്. വളരെ കൺജസ്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ വളരെ തിങ്ങിയിരിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ആ വേദി തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാവരും വളരെ അടുത്തടുത്ത് തിങ്ങിനിരിക്കുന്ന ഒരു രീതിയിലാണ് വേദിയുടെ കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ ഇവർക്കെതിരെ, ഈ പ്രതികളെന്ന് ചുമത്തിയിരിക്കുന്ന കൃഷ്ണകുമാറും നികേഷിനെയുമാണ്, ഈ 2 സംഘാടകരെയാണ് പ്രധാനമായി പോലീസ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇവർക്കെതിരെ മറ്റുള്ളവരുടെ ജീവന അപായപ്പെടുത്തുന്ന രീതിയിൽ പ്രവർത്തിച്ചു എന്ന രീതിയിൽ BNS 125, 125B എന്നീ വകുപ്പുകൾ അല്ലെങ്കിൽ എന്നിവ പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കേരള പോലീസ് ആക്ട് 180E പ്രകാരവും കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നികേഷ് ഒരു സംഘാടകനാണ്, ഞാൻ പറഞ്ഞതുപോലെ മൃദംഗ വിഷന്റെ സംഘാടകൻ അല്ലെങ്കിൽ ഒരു ഉടമയാണ് ഈ നികേഷ് എന്ന് വേണം പറയാൻ. ചട്ടലംഘനം നടത്തി എന്നൊരു ആരോപണമാണ് കൃത്യമായും പറയേണ്ടത്. 12,000-ലധികം നർത്തകർ ഒരുമിച്ചെത്തുന്ന ആ വേദിയിൽ ഒരു വേൾഡ് ഗിന്നസ് റെക്കോർഡിന് ഒരുക്കമിട്ട വേദിയിലാണ് ഇത്തരം ഒരു ചട്ടലംഘനം നടത്തിയിരിക്കുന്നത് വേണം മനസ്സിലാക്കാൻ. ഓസ്കാർ ഇവന്റ് മാനേജ്മെന്റ് ഉടമ കൃഷ്ണകുമാറിനെ തെളിവെടുപ്പ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ നടത്തിയിട്ടുണ്ട്. കൃത്യമായ ഒരു തെളിവെടുപ്പ് തന്നെയാണ് നടത്തിയിരിക്കുന്നത്. പ്രതിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നികേഷ് എന്ന് പറയുന്ന ഈ മൃദംഗ വിഷന്റെ ഉടമയായ നികേഷ് മുൻകൂർ ജാമ്യ അപേക്ഷ ഹൈക്കോടതിയിൽ എത്തിയിട്ടുണ്ട്. നാളെ 10:30 തന്നെ മുൻകൂർ ജാമ്യ അപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുമെന്നുള്ളൊരു വിവരം കൂടെ ലഭിക്കുന്നുണ്ട്. എടുത്തു പറയേണ്ട കാര്യം, മറ്റുള്ളവരുടെ ജീവന അപായപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ വളരെയധികം ഒരു സുരക്ഷാ കുറവ് അല്ലെങ്കിൽ സുരക്ഷാ വീഴ്ച തന്നെയാണ് സംഭവ സ്ഥലത്ത് ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും നിർണായകമായ കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ 12,000-ലധികം പേർ ഒത്തുകൂടുന്ന അല്ലെങ്കിൽ വിശിഷ്ട വ്യക്തികൾ അല്ലെങ്കിൽ
VIP മാരെല്ലാവരും ഒത്തുകൂടുന്ന സ്ഥലത്ത് ഓരോ നർത്തകരിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണ് തുകകൾ കൈപ്പറ്റിയിരിക്കുന്നതെന്നാണ് ഏറ്റവും എടുത്തു മനസ്സിലാക്കേണ്ട കാര്യം. ഒരു നർത്തകിയിൽ നിന്നും 3500 ആണെങ്കിൽ വേറൊരു നർത്തകിയിൽ നിന്നും വാങ്ങിയിരിക്കുന്നത് 2500. പല നർത്തകന്മാരിൽ നിന്നും പല രീതിയിലാണ് ഇവർ പൈസ കൈപ്പറ്റിയിരിക്കുന്നത്. ഒരു കള്ളത്തരം അതിൽ തന്നെ ഒളിഞ്ഞു നിൽക്കുന്നുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള നർത്തകന്മാരാണ് പങ്കെടുത്തത്. 12,000-ലധികം പേര് പങ്കെടുത്തു. 8 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു നർത്തകരുടെ ഒരു പരിപാടിയാണ് അവിടെ അവതരിപ്പിച്ചത്. ആ പരിപാടിയിൽ VIP ആയിട്ട് ക്ഷണിച്ചു വരുത്തിയ ഒരു വ്യക്തിയായിരുന്നു ഉമാ തോമസ് എന്ന് പറയുന്ന. ആ ചടങ്ങിൽ വിശിഷ്ടാതിഥികളായ മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അവർ ഉദ്ഘാടനത്തിന് വന്നതാണ്. അപ്പം ഈ വേദിയിലേക്ക് എല്ലാവരും ഒരു ചെറിയ പുഞ്ചിരിയോടെ, ഒരു നിറപ്പുഞ്ചിരിയോടെ ഉമാ തോമസ് കടന്നു വരികയും അപ്പോൾ തന്നെ തറയിൽ വീഴുന്നതുമാണ് ആ സംഘാടകർ അല്ലെങ്കിൽ അവിടെ നിന്ന് എല്ലാവരും കാണുന്നത്. വന്ന് നർത്തകരുടെ വീട്ടിൽ നിന്നും വന്നവരെ അല്ലെങ്കിൽ ബന്ധുക്കളെയും സ്റ്റേജിലിരിക്കുന്നവരെയും കണ്ട് ചിരിച്ച് ഒന്ന് കയറി വരുന്ന സമയത്താണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. ആതിര. ശരി രേണുക.